ഗിനി കൊണാക്രിക്കാരനായ ഇബ്രാഹിം തന്ന ക്ലോത്ത് കൊണ്ടാണ് ഞാൻ ഈ ജുബ്ബ തയ്ച്ചിരിക്കുന്നത്. ഇതാണ് ബിന്ദു. അവരും ഗിനി കൊണാക്രിക്കാരിയാണ്. പേര് ബിൻ ടു എന്നാണ്. പക്ഷേ ഞാൻ അവരെ വിളിക്കുന്നത് ബിന്ദു എന്നാണ്. കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. ആ ബിന്ദു തന്ന ക്ലോത്താണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ ജുബ്ബ തയ്ച്ചിരിക്കുന്നത്. ഡ്യൂറോൺ ടൈലേഴ്സാണ് ഈ ജുബ്ബ തയ്ച്ചു തന്നത്. ടോഗോയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ടോഗോയിൽ ഞാനും ഗിരീഷേട്ടനൂടെ ടോഗോയിൽ ഗിനി കൊണാക്രി എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് വസ്ത്രങ്ങൾ കളർ ചെയ്ത് കൊടുക്കുന്ന, ഡൈ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. Haja Bindu. ഹജ ബിന്ദു എന്ന് Sono. Isne. ഓക്കെ. Mon nom c'est Hadja Bintou. ഹജ ബിന്ദു. Oui. Ah. Nous on a quitté Guinée, on est venu ici. They come from Guinea. Guinea. ഗിനി. Yeah. ഓക്കെ ഓക്കെ ഓക്കെ. Guinea. ഈ ഗിനി കൊണാക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. പഴയ ഗിനിയാണ് ഗിനി കൊണാക്രി എന്ന് പറയുന്നത്. തലസ്ഥാനത്തിൻ്റെ പേരുകൂടെ ചേർത്തിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോൾ 2 രാജ്യങ്ങളായിട്ട് മാറി. അപ്പോൾ അതിലൊരു രാജ്യമാണ് ഈ ഗിനി കൊണാക്രി എന്ന് പറയുന്നത്. പഴയ മലയാളികൾ പറയുമ്പോഴത്തേക്ക് ഗിനിയ എന്നാണ് പറയുന്നത്. ആ ഗിനിയ എന്ന് പറയുന്നത് സത്യത്തിലൊരു ദരിദ്ര രാഷ്ട്രമാണ്. അവിടെ നിന്ന് ആൾക്കാർ പല ജോലികൾക്കായിട്ട് ഈ ടോഗോയിലേക്കും ബെനിലേക്കും പല രാജ്യങ്ങളിലേക്കും വരും. അത്യാവശ്യം സാമ്പത്തികമുള്ള പല രാജ്യങ്ങളിലേക്കും നൈജീരിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഗിനി കൊണാക്രിയിൽ നിന്ന് കുറേ ഫാമിലീസ് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ പുതിയ വസ്ത്രങ്ങൾ ഡൈ ചെയ്യുന്നുണ്ട്, പിന്നെ പഴയ വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ വസ്ത്രങ്ങൾ ഡൈ ചെയ്ത് ഒരു പ്രത്യേക മോഡലിൽ, ഇതിപ്പോൾ അവരുടെ ഒരു സ്റ്റൈലാണ്. ഇതുപോലത്തെ പല പല രീതികളിൽ പല പല കളറുകൾ ഉപയോഗിച്ച് അവർ ഡൈ ചെയ്യും. ഇത് കഴുകിയാലൊന്നും പോകില്ല. അവർക്ക് അതിൻ്റെ മുഴുവൻ ടെക്നോളജി ഉണ്ട്. പല തരത്തിലുള്ള മഷികളുണ്ട്. ആ മഷികളാണ് ഇതിനകത്ത് ചേർത്തിട്ട് ഇത് ചൂടാക്കും, ചിലത് തിളപ്പിക്കും, ചിലത് വെള്ളത്തിനകത്തിട്ട് ബോയിൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ പഴയ ജീൻസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പുതുപുത്തനാക്കി എടുക്കും. ഇതിങ്ങനെ ഡൈ ചെയ്ത് വയ്ക്കും, പല കളറിൽ ഡൈ ചെയ്ത് വയ്ക്കും. ഇത് യെല്ലോയിഷ് ടോണിലാണ്. ഇവിടെ ഇത് മടക്കാനുള്ളതുണ്ട്. ഇതൊക്കെ മടക്കിയതൊക്കെ മാറ്റി വെച്ചേക്കാണ്. വെള്ള തുണി പല ഭാഗത്തും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ വെള്ള തുണിയാണ്. ഇതാണ് വെള്ള തുണി. ഇതാണ് ആ വെള്ളത്തുണി. ആ വെള്ളത്തുണി ഇതുപോലെ ഡൈ ചെയ്തെടുക്കും. എന്നിട്ട് അവരിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ ഈ ഡ്രസ്സ് തന്നെയാണ്. ഗിനി കൊണാക്രി എന്ന് പറയുന്ന രാജ്യക്കാരിയാണ്. അവരുടെ പേര് ബിന്ദു എന്നാണ്. ബിന്ദു. നമ്മുടെ നാട്ടിലുണ്ട് ബിന്ദു. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു ആഫ്രിക്കൻ ഷർട്ടാണ്. ആഫ്രിക്കൻ ഡിസൈനിലുള്ള ഷർട്ടാണ്. ഗുഡ്. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു. ഈ നാട്ടുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ചിക്കൻ കഴിക്കുന്നത് സ്ട്രോങ് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, നാടൻ കോഴി മാത്രമേ കഴിക്കുള്ളൂ. ഇവരിടുന്നത് കോട്ടൺ മാത്രമേ ഇടുള്ളൂ. പിന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ ഒരിക്കലും വളപ്രയോഗം നടത്താറില്ല. അതുപോലെ ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ കീടനാശിനി പ്രയോഗം നടത്താറില്ല. നമ്മൾ എന്ത് തക്കാളിയാണ് കഴിക്കുന്നതെങ്കിൽ തക്കാളിയുടെ ആ രുചിയും മണവും, ആ തക്കാളി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും. ഒരു മുസമ്പി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണം കിട്ടും. പിന്നെ ഒരു നാരങ്ങ ഒന്ന് പറിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ കയ്യിൽ എത്രയെങ്കിലും സമയം അതിൻ്റെ മണം ഉണ്ടാവും. അങ്ങനെ വളരെ എന്തായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ആഫ്രിക്കയിലെ ഞാൻ പല രാജ്യങ്ങളിലും. ഇവർ ഡൈ ചെയ്യുന്ന കാഴ്ച കാണാൻ ഇനി ചൂട് വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കളറുകൾ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് മുക്കിയെടുക്കുമ്പോഴത്തേക്ക് പല കളറിലുള്ള ജീൻസുകളായിട്ട് മാറും. പിന്നെ ഈ ബെഡ്ഷീറ്റുകളൊക്കെ പലപ്പോഴും വെള്ള ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മഞ്ഞ കളറായി പോകുന്ന സമയത്ത് അവർ ഹോട്ടലുകളിൽ നിന്ന് ബൾക്കായിട്ട് ഒഴിവാക്കും. അങ്ങനത്തെ ക്ലോത്തൊക്കെ കൊണ്ടുവന്നിട്ട് പ്യുവർ കോട്ടനാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. പ്യുവർ കോട്ടൺ ക്ലോത്തുകളിൽ മാത്രമേ ഇങ്ങനെ ഡൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്യുവർ കോട്ടൺ ക്ലോത്തുകൾ അവരാദ്യം ഒന്ന് വാഷ് ചെയ്യും. ചൂടുവെള്ളത്തിലൊക്കെ അലക്കിയെടുക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ അലക്കിയെടുത്തതിന് ശേഷം അത് ബ്ലീച്ച് ചെയ്ത് വൈറ്റ് കളറാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഡൈ ഉപയോഗിക്കും. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ കണ്ടു നിന്നത് ഇബ്രാഹിം എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന ഡെൻസിൽ വാഷിങ്ടനെയൊക്കെ പോലെ തോന്നിക്കുന്ന, നമുക്കൊരു സിനിമയിലെ ഫീച്ചേഴ്സൊക്കെ തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ് ഇബ്രാഹിം. ജോലിയിൽ 100% ഞാൻ കണ്ടു നിൽക്കുന്ന സമയം മുഴുവൻ പുള്ളി കുനിഞ്ഞ് നിന്നിട്ട് ഈ കളറുകൾ മിക്സ് ചെയ്യുന്നതാണ് കണ്ടത്. ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനാണ്. അടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. അടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. തിരിച്ചു വരാൻ നേരത്ത് അദ്ദേഹം തന്ന തുണിയാണ് ഇപ്പോൾ ഞാൻ ജുബ്ബയായിട്ടിട്ടേക്കുന്നത്. ഇബ്രാഹിം ഹീറോ. താങ്ക് യു. Merci.
ഭയങ്കര ഉള്ളിൽ കണ്ടാൽ സിംഹത്തെ പോലെ ഇരിക്കും, പക്ഷേ ഉള്ളിൽ നല്ല സ്നേഹമാണ്. അദ്ദേഹം പോകാൻ നേരത്ത് എനിക്കൊന്നും തരാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ ജുബയുടെ ക്ലോത്ത് തന്നു വിട്ട ആളാണ്. പുള്ളിയെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനാണ്. ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെ കളറുകൾ ഏതൊക്കെ തുണികളിലാണ് സാധാരണ ചേർക്കുന്നത്, എങ്ങനെ ചേർക്കുന്നതാണ് ആഫ്രിക്കൻസിന് ഇഷ്ടം, ടോഗോക്കാർക്ക് ഏതാണ് ഇഷ്ടം, ബെനിൻകാർക്ക് ഏതാണ് ഇഷ്ടം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. വലിയൊരു ക്ലോത്താണ്, അത് കൈകൊണ്ട് ചുരുക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ ഒരു അളവുണ്ട്, കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകളിലാണ് അദ്ദേഹം ഒഴിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകളിൽ ഒരേപോലെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൈകൊണ്ട് ഇങ്ങനെ മെടഞ്ഞ് ഒരു സൈഡിൽ നിന്ന് വേറൊരു അറ്റം വരെ ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് 2 സൈഡിലും എന്നിട്ട് ആ ടാർപോളിൻ, ഒരു ടാർപോളിൻ ഷീറ്റിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് ആ മഷി വേറെ എങ്ങോട്ട് പോവാതിരിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഗ്യാപ്പിലാണ്, അത് കണ്ടാൽ തന്നെ അറിയാം, കൃത്യമായിട്ടുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഏത് കളറാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി വാഷ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടോൺ മനസ്സിലാവുള്ളൂ. പച്ചയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇതിൽ തുണിയിൽ പിടിച്ചു വന്നാലേ ഏത് കളറാണെന്ന് അറിയാൻ പറ്റും. ഇവർക്കറിയാം, നമുക്കറിയാം. എനിക്ക് തരുന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തരണം എന്നുള്ളതിനെ പറ്റി ഡിസ്കഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലേഷിന്റെ പ്രൊഫൈൽ ഒരു കാര്യം കൂടെ ആഡ് ആയി. പ്രൊഫഷണൽ ആഫ്രിക്കൻ ക്ലോത്ത് ഡൈ മേക്കർ. ഞാൻ അവിടെ കണ്ട മറ്റൊരു കാഴ്ച, 2 ഫ്രഞ്ചുകാരികൾ. ഒരാളുടെ പേര് ദുവിൻ എന്നാണ്, ഒരാളുടെ പേര് ആലിസ് എന്നാണ്. ദുവിനും ആലിസും പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ ടോഗോ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ടോഗോയുടെ ഓർമ്മയ്ക്കായിട്ട് അവരൊരു ക്ലോത്തുമായിട്ട്, ഒരു വൈറ്റ് ക്ലോത്തുമായിട്ട് വന്നു. ഓരോരുത്തരും ഓരോ ക്ലോത്തുമായിട്ട് വന്നു. അവർ തന്നെ അവരുടെ ഒരു ഡ്രസ്സ് കളർ ചെയ്ത് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാൽ അത് ഒരു കൃത്യസമയമുണ്ട്. ആ സമയം കഴിയുമ്പോഴത്തേക്ക് അത് വാഷ് ചെയ്തെടുക്കണം. അത് വാഷ് ചെയ്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന്, നല്ല ചൂടാണ്, അതുപോലെ തന്നെ നല്ല വെയിലുമാണ്. ഈ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വീശി കഴിഞ്ഞാൽ അത് ഉണക്കി കിട്ടും. ഏകദേശം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഫ്രഞ്ചുകാരിയായ ആലിസ് ആണ് ഇത് ചെയ്തത്. ഞാൻ പക്ഷേ ഈ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇവരിങ്ങനെ കളർ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഗിരീഷേട്ടനോട് പറഞ്ഞു, ഗിരീഷേട്ടൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ, ഇവരുടെ ഒരു ലൈഫ് ഒന്ന് ഒപ്പിയെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പെർമിഷൻ തന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ബിന്ദു എന്ന് പറഞ്ഞാൽ ഞാൻ ബിന്ദു എന്നാണ് വിളിക്കുന്നത്. ആ ബിന്ദു ആണ് പോയിട്ട് ഓരോരുത്തരോടും സംസാരിച്ച് ഇന്ത്യയിൽ നിന്നാണ് പുള്ളി വരുന്നത്, പുള്ളി ഒന്ന് ഇത് ഷൂട്ട് ചെയ്തോട്ടെ, ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും പോകില്ല. കാരണം ഇവർക്കൊരു ഇതിനൊരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. കാരണം ഇത് ഞാനിന്ന് വാഷ് ചെയ്തിട്ട് പോലും ഇതിനകത്തുനിന്ന് ഒരു തുള്ളി കളർ പോലും ഇളകിപ്പോയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഉടനെ ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് ഇത് തയ്ക്കാനായിട്ട് കൊടുത്തത്. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷവും ഞാനൊരു പ്രാവശ്യം വാഷ് ചെയ്തു, ഇതിനകത്തുനിന്ന് കളർ പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പോകാത്തതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു, 2 പേര് തന്നു. ഒന്ന് ബിന്ദു തന്നു, പിന്നെ ഇബ്രാഹിം തന്നു. ഇബ്രാഹിം തന്ന ക്ലോത്ത് കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തയ്ച്ചത്. You go make this one Smith. Okay. So
If it go do one Swiss. So now the one we go rest, we go do 1 cloth. Okay. You understand? ഓക്കെ ജുബ്ബ പോലത്തെ ഇവരുടെ ഒരു ക്ലോത്ത് ഉണ്ട്. ആ ജുബ്ബ പോലത്തെ ക്ലോത്ത് തയ്ച്ചിടാനാണ് പറയുന്നത്. ഈ ഡ്രസ്സാണ് എനിക്ക് തന്നത്. നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. ഞാൻ കളർ ചെയ്ത സാധനം നമുക്ക് എടുക്കായിരുന്നു, പക്ഷേ അതിനി ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കും. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് ഇത് എനിക്ക് തന്നിരിക്കുകയാണ് ഇബ്രാഹിം. താങ്ക് യു. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. Thank you, Bintu. What you name? Raj. Thank you, Bintu. Now the morning is the afternoon. We lay awake in bed. The laugh so loud as the hours pass. We're gonna do it all again. ഈ ഡ്രസ്സ് ബിന്ദു എനിക്ക് സമ്മാനിച്ചതാണ്. ക്ലോത്തായിട്ടാണ് തന്നത്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തയ്ച്ചതിന് ശേഷം ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? ഇവരുടെ ഒരു ഡൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഡൈയിങ് മെത്തേഡുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതാദ്യം ഒരു സ്ഥലത്ത് ചുരുട്ടി സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് പലതരത്തിലുള്ള കളറുകൾ മിക്സ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഈ ഒരു സാധനത്തിനുള്ളത്. പല തുണികളും പല തരത്തിലാണ് ചുരുട്ടിയെടുക്കുന്നത്. അതിനനുസരിച്ചാണ് ഈ ഡിസൈൻ ഉണ്ടാവുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കളർ ഒഴിക്കുന്ന രീതിയാണ് ഇബ്രാഹിമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ചില വലിയ വീപ്പുകളിൽ അവിടുത്തെ ഫ്രെയിമുകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രെയിം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് പല തവണ റിപ്പീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലൂടെ റെയിൽവേ പാളമാണ്. റെയിൽവേ പാളത്തിന് സൈഡിലായിട്ടാണ് ഇവർ ഈ കളറിങ് ചെയ്യുന്നത്. അവിടെ ഈ പെയിൻറ്റിൻ്റെ രൂക്ഷമായ ഗന്ധമാണ്. പിന്നെ അവിടെ മൊത്തം പുകയാണ്. പിന്നെ ആ ഏരിയ മുഴുവൻ കളർ കൊണ്ട് അങ്ങ് മൊത്തം കളറാണ്. അവിടുത്തെ തറയിലൊക്കെ കളറുണ്ട്. വേറൊരു ഒരു കളർ ടോണാണ് അവിടെ. പിന്നെ ഒരു ഭാഗത്ത് ഇത് തിളപ്പിക്കുന്നുണ്ട്. ഈ ഡൈക്ക് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഡൈ മുക്കുന്നുണ്ട്. പിന്നെ വീപ്പകളിലാണ് ഇങ്ങനെ ഡൈ മുക്കി വെച്ചിട്ട് അതിനകത്ത് ക്ലോത്ത് ഡൈ ചെയ്യുന്നത്. കളർ മുക്കി വെച്ചിട്ട് അതിനകത്ത് ക്ലോത്ത് ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പം നീല കളറിലുള്ള ജീൻസൊക്കെ കറുപ്പായി മാറുന്നതും നീല ജാക്കറ്റുകൾ അല്ലെങ്കിൽ വെള്ള ജാക്കറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് കറുപ്പാക്കി മാറ്റുന്നതൊക്കെ അവിടെ കാണാൻ പറ്റും. ചില ആൾക്കാർ നൂലുകൾ ഡൈ ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റ് പല തരത്തിലുള്ള നൂലുകൾ പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ട് അത് പല കളറാക്കി ഡൈ ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ക്ലോത്തുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നൂല് ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റാകെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉണക്കിയെടുക്കുന്ന ആൾക്കാർ, ഇത് മടക്കിയെടുക്കുന്ന ആൾക്കാർ, ഇത് വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ ചേർന്നാണ് ഇവരുടെ ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഗിനി കൊണാക്രിയിൽ നിന്നും പിന്നെ വേറെ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ടോഗോയിലും ബെനിലും ഒക്കെ വന്നിട്ട് ഡൈ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസുണ്ട്. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ശരിക്കും ഈ ഗിഫ്റ്റൊക്കെ തന്നു കഴിഞ്ഞ് അവരൊന്നും ഇല്ലാത്തവരാണ്. എന്നാൽ പോലും അവരപ്പോൾ ഡൈ ചെയ്ത് ഉണക്കിയെടുത്തൊരു തുണി മടക്കി തരിക എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. ശരിക്കും അവിടെ നിന്ന് വരാൻ നേരത്ത് ഞാനും ഗിരീഷേട്ടനും ലിറ്ററലി നല്ല വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പച്ച മഞ്ഞ നീല പച്ച മഞ്ഞ നീല തെറിയാണാടാ വിളിക്കുന്നേ. അവിടുത്തെ വാള് മുഴുവൻ, ഒരു സൈഡിലെ വാള് മുഴുവൻ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിട്ട് കിലോമീറ്ററുകളോളം നീളുന്ന ഗംഭീരമായ ഗ്രാഫിറ്റി വാളാണ്. ആ വാളിൻ്റെ ഒരു കാഴ്ച ഞാൻ എത്രയെങ്കിലും തവണ ഒരുപാട് പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചിട്ട് ആ ഗ്രാഫിറ്റി വാള് മുഴുവൻ കാണാൻ നോക്കി.